So, hello dear friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി പവർ എന്ന ടോപ്പിക്കിലെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ സ്പ്രിംഗ് എ ആൻഡ് ബി ആർ ഐഡൻറ്റിക്കൽ എക്സെപ്റ്റ് ദാറ്റ് എ is stiffer than B, that is force constant of K is greater than KB, in which spring is more expanded if they are stretched by same amount. അപ്പോൾ നമുക്കിവിടെ കാണാം എന്താണ് വാട്ട് ഇസ് ദ വർക്ക് ഡൺ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ സ്പ്രിംഗ് ഓർ കംപ്രഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. സോ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് സ്പ്രിംഗ് വർക്ക് ഡൺ ഈസ് ഹാഫ് കെ എ എക്സ് സ്ക്വയർ ആണ്. സെക്കൻഡ് ആണെങ്കിലോ ഹാഫ് കെ ബി എക്സ് സ്ക്വയർ ആണ്. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഡിവൈഡ് ചെയ്യുക ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഒക്കെ എന്ത് വരും കെ എ ബൈ കെ ബി എന്ന് കിട്ടും. നമുക്കറിയാം വർക്ക് ഡൺ ആൻഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ദിസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇഫ് കെ എ ഇസ് ഗ്രേറ്റർ ദാൻ കെ ബി then WA will be greater than WB. Okay, so now next question, if W1, W2, W3 are represent the work done in moving a particle from A to B along the different path. A to B നമ്മൾ മൂന്ന് പാത്തിലൂടെ കൊണ്ടുപോവാണ്, 1 2 3 എന്ന മൂന്ന് പാത്തിലൂടെ. നോക്കിയേ represent it respectively in the gravitational field of point mass m. Find the correct relationship between W1, W2, W3. ഇപ്പോൾ W1, W2, W3 നോക്കുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ കൺസർവേറ്റീവ് ആണ്, അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വർക്ക് ഡൺ എന്തായിരിക്കും ഇൻ ദ കേസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്, വർക്ക് ഡൺ വിൽ ബി സെയിം അല്ലേ, മൂന്ന് കേസിലും സെയിം ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ അതെന്താ കൺസർവേറ്റീവാണ്, അതിൻ്റെ എന്താണ് അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Okay, so work done will be same, that is W1 is equal to W2 is equal to W3 and the answer ആണ് correct. This is a correct answer. Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A spring of force constant K is cut into two equal pieces such that one piece is double the length of the other. ഒന്ന് മറ്റൊന്നിൻ്റെ ഡബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോങ് പീസിൻ്റെ കണ്ടുപിടിക്കണം സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എല്ലാണ് രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് L/3 എന്ന് എടുക്കുക. ഓക്കെ, മറ്റേ 2L/3 എന്ന് എടുക്കുവാണ്. ഓക്കെ, എന്നാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും, L എന്ന് വരും. ഓക്കെ, പല പല മെത്തേഡുകൾ ചെയ്യാം. ഇത് നമുക്കറിയാം സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും ലെങ്തും ഡിഫറൻറ്റ് എന്താണ് ഇൻവേഴ്സ് പ്രപ്പോർഷനാണ്. സോ K1/K2 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻവേഴ്സ് അല്ലേ, L1 താഴെ L2 മുകളിലേ വരത്തുള്ളൂ ഇൻവേഴ്സ് ആയതുകൊണ്ട്. ഇതിന് K അല്ല K1 എന്ന് കൊടുക്കാം. K എന്താണ് K/K2 is equal to what is L2, 2L/3/L അല്ലേ. നമുക്കിനി K കണ്ടുപിടിക്കാൻ എന്താ, അത് എല്ലോ എല്ലാം ക്യാൻസൽ ചെയ്യുക. സോ K2യുടെ വാല്യൂ എത്രയാണ്, 3/2 ഓഫ് K ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് M മൂവിങ് ഓൺ ദ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ് കൊളൈഡ് വിത്ത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K. ഒരു മാസ് സപ്പോസ് ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് എന്താണ് ഒരു സ്പ്രിങ്ങിലേക്ക് വന്ന് കൊളൈഡ് ചെയ്യുവാണെന്ന് എഴുതുക. അപ്പോൾ സ്പ്രിങ് എന്താവും, കംപ്രസ്ഡ് ആവും അല്ലേ. ദെൻ ബൈ ഇറ്റ്സ് ലെങ്ത് L ദ മാക്സിമം മൊമെൻറ്റം ഓഫ് ദ ബ്ലോക്ക് ആഫ്റ്റർ കൊളീഷൻ. സോ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ, നമുക്കറിയാമല്ലോ ആ സ്പ്രിങ് വന്നതിലേക്ക് ഇടിക്കുവാണ്. സോ അത് കംപ്രസ്ഡായി. സോ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുവാണ്, സ്പ്രിങ്ങിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യിക്കും, കംപ്രസ് ചെയ്യുമ്പോൾ എന്താ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും അല്ലേ. സ്പ്രിങ്ങിനകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി ഹാഫ് KX² അല്ലെങ്കിൽ ഹാഫ് KL² ആണ്. അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് വി അല്ല മൊമെൻ്റ്, അതിന് നമുക്ക് വി കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ദാറ്റ്, √K/M × L. ഓക്കെ, then what is momentum, M × V. so M × K/M × L. ഇവിടെ നമുക്ക് ഇതാ ഈ എമ്മിനെ √M × √M എന്ന് എടുക്കാം. അപ്പോൾ താഴത്തെ നമുക്ക് നോക്കി ആ √M കണ്ടോ ബൈ L × √K/√M. ആ √M കട്ടായ എന്ത് വരും, നമുക്ക് എന്ത് വരും, √M × √K × L അല്ലേ. അപ്പോൾ √M × √K എന്താ, √KM × L എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അൺലോഡഡ് കാർ മൂവിങ് വിത്ത് വെലോസിറ്റി V. ഒരു വെയിറ്റ് ഇല്ലാത്ത മീൻസ് അതിനകത്ത് വെയിറ്റ് ലോഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ വെലോസിറ്റി U ആണ്. ഓൺ എ ഫ്രിക്ഷൻലെസ് റോഡ് ക്യാൻ ബി സ്റ്റോപ്ഡ് ഇൻ എ ഡിസ്റ്റൻസ് S. അതിന് S ഡിസ്റ്റൻസ് നമുക്ക് എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് S ആണെന്ന് കരുതുക. പാസഞ്ചേഴ്സ് ആഡഡ് 40% ഓഫ് ഇറ്റ് വെയിറ്റ്. അതിൻ്റെ വെയിറ്റിൻ്റെ 40% പാസഞ്ചേഴ്സ് ആഡ് ചെയ്യുന്നു. ആൻഡ് ബ്രേക്കിംഗ് ഫോഴ്സ് റിമൈൻ ദ സെയിം. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, സെയിം ആണ് എങ്കിൽ അത് സെയിം. ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അറ്റ്
വെലോസിറ്റി യു ഈസ് നൗ, വാട്ട് ഈസ് ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? എസ് കണ്ടുപിടിക്കണം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം അപ്ലോഡ് ചെയ്യുന്നതിനും വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി, ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, അല്ലെങ്കിൽ വർക്ക് എന്താണ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എസ് അല്ലേ. അതിനുശേഷം അപ്ലോഡ് ചെയ്യുമ്പോൾ 40% മാസ് കൂടിയില്ലേ, അപ്പം ഫസ്റ്റിൻ്റെ കൂടെ നമുക്ക് എന്താ 40% ഓഫ് എം വരും, ദാറ്റ് ഈസ് 40/100 ഇൻറ്റു എം. ഓക്കെ, യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് ദ എസ്. ഓക്കെ, 1.4 എസ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇത് തമ്മിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിന് 1.4 മീൻസ് അല്ല, നമുക്ക് എന്ത് എഴുതാം, 1.4 എം വി സ്ക്വയർ എന്ന് വരും, എഫ് ഇൻറ്റു എസ് ഡാഷ് എന്ന് വരും. ഇത് നമുക്ക് അവിടെ നിന്ന് എസ് ഡാഷ് എന്ത് കിട്ടും, എസ് ഡാഷ് എങ്ങനെ കിട്ടും, നമുക്ക് ഇത് തമ്മിൽ കട്ട് കളയാം. നമുക്ക് ആൻസർ എന്ത് വരും, എസ് ഡാഷ് ഇസ് ഈക്വൽ ടു 1.4 എസ് എന്ന് വരും. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് എ സ്പേസ് ക്രാഫ്റ്റ് ഓഫ് മാസ് എം ആൻഡ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി സഡൻലി ബ്രേക്ക് ഇൻ 2 പീസസ്. സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് എം ആണ്, അത് 2 പീസായിട്ട് മുറിയുവാണ്. ഓക്കെ, അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മാസ് സ്മോൾ എം ആണ്, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഒബ്ജക്റ്റ്? അപ്പം നമുക്കറിയാം ബിഫോർ കൊളീഷൻ വാട്ട് ഈസ് ദ മാസ് എം, വെലോസിറ്റി വി. ആഫ്റ്റർ കൊളീഷൻ 2ആയി സ്പ്ലിറ്റ് ചെയ്തു, എം എന്നും 2ആയി സ്പ്ലിറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് എന്താണ്, ഒരെണ്ണത്തിൻ്റെ സ്റ്റേഷനറി ആണത്, സോ എം ഇൻറ്റു 0, മറ്റത് മൂവിങ് വിത്ത് സം വെലോസിറ്റി, ദാറ്റ് ഇസ് എം വി ഡാഷ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഡാഷ് ആണ്. സോ വി ഡാഷ് എന്ത് കിട്ടും, ക്യാപിറ്റൽ എം ഇൻറ്റു വി ബൈ സ്മോൾ എം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ദ ബോംബ് ഈസ് കെപ്റ്റ് സ്റ്റേഷനറി അറ്റ് എ പോയിന്റ് ഈ സഡൻലി എക്സ്പ്ലോഡ് ഇൻറ്റു 2 ഫ്രാഗ്മെൻറ്റ്സ്. രണ്ടായിട്ട്, ഒന്നിൻ്റെ മാസ് 1 ഗ്രാം, അടുത്ത 3 ഗ്രാം ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്രാഗ്മെൻറ്റ് എത്രയാണ്, 6.4 10⁻⁴ ആണെങ്കിൽ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് സ്മോളർ ഫ്രാഗ്മെൻറ്റ്? അപ്പോൾ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എടുക്കാം. ഞാൻ റേഷ്യോ എടുത്താൽ എന്താ, m1/n നമുക്ക് എന്ത് കിട്ടും, 1/3 അല്ലേ, 1/3 എന്ന് വരും. ഓക്കെ, നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു V2/V1 ആണല്ലോ, എന്നാലല്ലേ M2 V2 എന്നും M1 V1 എന്നും വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, നമുക്ക് തന്നെ കൈനറ്റിക് എനർജി റേഷ്യോ എടുക്കാം. വാട്ട് ഈസ് K1 ഹാഫ് എം V1 സ്ക്വയർ, K2 ഹാഫ് M2 V2 സ്ക്വയർ. ഇവിടെ നോക്കിയാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി ഹാഫ് ആൻഡ് ഹാഫ് കട്ടാവും, M1/M2 1/3. ദെൻ V2/V1 ആണ് എന്താണ് 1/3. സോ നമുക്ക് എന്താണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V2, 3 ടൈംസ് എന്തല്ലേ, അല്ലെങ്കിൽ നമുക്ക് V1/V2 അല്ലേ 1/3. സോ വാട്ട് ഈസ് V1/V2, V2/V1 അല്ലേ 1/3. സോ വാട്ട് ഈസ് V1/V2 എന്ത് വരും, 3/1 എന്ന് വരും, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 3/1 എന്ന് കിട്ടി. അതിനർത്ഥം K1/K2 എന്ന് പറയുന്നത് 3:1 ആണ്. എങ്കിൽ വാട്ട് ഈസ് K1, നമുക്ക് റേഷ്യോ എടുക്കത്തില്ല, വാട്ട് ഈസ് ഈ മൊത്തത്തിൽ എത്രയുണ്ട്, 3:1ൽ 4ൽ നമുക്ക് 1ൻ്റെ പാർട്ട് മാത്രം കണ്ടാൽ മതി. മൊത്തത്തിൽ എത്രയാണ്, 3:1 എന്ന് വെച്ചാൽ 4ൽ 3 ആണ് ചെറിയ ഭാഗം, 4ൽ 1 ആണ് വലിയ ഭാഗം. നമുക്ക് ചെറിയ ഭാഗം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4ൽ 3 ഇൻറ്റു ടോട്ടൽ എനർജി എത്രയാണ്, 6.4 × 10⁻⁴. ആൻസർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി മൂവിങ് വിത്ത് വെലോസിറ്റി വി ബ്രേക്ക് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. വൺ ഓഫ് ദ പാർട്ട് റീട്രേസ് വിത്ത് വെലോസിറ്റി വി, ദെൻ വെലോസിറ്റി ഓഫ് ദി അതർ പാർട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാസിനെ 2m എന്നെടുക്കാം. അതിൻ്റെ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ എടുക്കുമ്പോൾ എന്താണ്, 2m 2ആയി സ്പ്ലിറ്റ് ചെയ്തു, m എന്ന്. ഒന്നെന്താ പോയിട്ട് തിരിച്ച് ഒരു ഭാഗം എന്താണ് പൊട്ടി, എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി, അതുകൊണ്ടാണ് വെലോസിറ്റി മൈനസ് വന്നത്. മറ്റതിൻ്റെത് സെയിം ഇത് തന്നെയാണ്, എം വി ഡാഷ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എം വി ഡാഷ് ആണ്. നമുക്ക് m ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് V ഡാഷ് ഇസ് ഈക്വൽ ടു 3v. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലാസ്. താങ്ക് യു.